സൂംബ എന്നത് സർക്കാർ ഇത് സ്കൂളുകളിൽ അവതരിപ്പിക്കുമ്പോൾ എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. സ്കൂളുകളിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സർക്കാർ ആഗ്രഹിച്ചത് ചെറുപ്പക്കാർ പലരും ഇപ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെടുന്നതും അവരുടെ അറ്റൻഷൻ പോകുന്നതും അവർക്ക് അവരുടെ വലിയ കനത്ത മാനസിക സമ്മർദ്ദങ്ങളിലൊക്കെ കഴിയുമ്പോൾ അവർക്ക് ആശ്വാസം നൽകാൻ, അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന നിലയിൽ അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. ഇതിന് ശാസ്ത്രീയതയുണ്ട്, ഇതിൽ കലയുണ്ട്, ഇതിൽ വ്യായാമ മുറയുണ്ട്. പിന്നെ അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്തിനാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? ഉത്തരം പറ. തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. ഞാൻ തിരിച്ചതേപോലെ വേറൊരു ചോദ്യം, എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയാവുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദിക്കാൻ അമ്മൂമ്മയുടെ ചോദ്യം. താങ്കളുടെ ചാനലിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? ഗോപികൃഷ്ണൻ എന്തായിരിക്കും ചെയ്യുക? ആദ്യമായി നേരെ അത് കേട്ട് അതുപോലെ തന്നെ ശരി കഥകളി കളിച്ചു കളയാം എന്ന് വിചാരിക്കുകയാണോ ചെയ്യുക? അതല്ല അത് എന്തിനാണ് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ ടൂറ് പോകുമ്പോൾ ബസ്സിൽ അപകടം വരുമ്പോൾ അതിന് വൈറ്റ് കളർ അടിച്ചാൽ മതി, പെയിന്റ് അടിച്ചാൽ മതി എന്നുള്ള പരിഹാരം കൊണ്ടുവന്നു. അതുപോലെ ലോകത്തെ എല്ലായിടത്തും ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും തൊഴിലിലെ പുതിയ ശൈലികൾ വന്നതിന്റെ ഭാഗമായിട്ടും മനുഷ്യനുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ജിമ്മുകളുണ്ട്, യോഗ മുറകളുണ്ട്, വ്യായാമ മുറകളുണ്ട്, പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. താങ്കൾ ഈ പറഞ്ഞതൊന്നുമല്ലല്ലോ കാരണമായി പറഞ്ഞത്. അല്പവസ്ത്രം ധരിച്ച ആണും പെണ്ണും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന സംസ്കാരത്തിനൊപ്പം ഉണ്ടാകില്ല എന്നാണല്ലോ കാരണം പറഞ്ഞത്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അല്ലാതെ കഥകളി കളിച്ചിട്ട് കയറുന്നതിന്റെ പിന്നെ സാലറിയുമായി ബന്ധപ്പെട്ട യുക്തി അല്ലല്ലോ നിങ്ങൾ ഇതിനെ എതിർക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു കൈവതം നാറ്റുകരുത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇത് മാവോയുടെ കാലത്തുള്ള ചൈനയിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഗവൺമെന്റ് ഒരു കാര്യം നിശ്ചയിക്കും, ഗവൺമെന്റ് എന്ത് ചെയ്തു, നിങ്ങൾ നിർബന്ധമായിട്ടും ഷോർട്സ് ധരിച്ച് നടക്കണം. അതൊരു അങ്ങനെ ഒരു ഇമ്പോസ്ഡ് കൾച്ചറൽ ഫാസിസം. അല്ല അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. വിഷയം എന്താണെന്ന് വെച്ചാൽ കോർ പ്രോബ്ലത്തിനുള്ള പരിഹാരമാവുന്നേ ഇല്ല. എൻജോയ്മെന്റ് അല്ലെങ്കിൽ പ്ലഷർ സീക്കിംഗ് ആണ് ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിന്റെ കാരണം എന്നുള്ളത് ഞാൻ വെറുതെ പറയുന്നല്ല. ഞാൻ പറഞ്ഞത് വല്ല കറക്റ്റ് ഇല്ല. നീ ഇപ്പൊ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ കറക്റ്റാ. കറക്റ്റ് അല്ലാത്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ താങ്കൾ പറഞ്ഞത് പ്ലഷർ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ പോകുന്നത്. ഏത് ആധികാരിക പഠനമാണ് പറഞ്ഞിട്ടുള്ളത് പ്ലഷർ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നതെന്ന്? കോർ പ്രോബ്ലത്തിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ താങ്കൾ എന്താ പറയുക, സ്വിച്ചിട്ട പോലെ ഈ കാര്യങ്ങളൊക്കെ നിൽക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ റോഡിലെ കുഴികൾ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കോർ പ്രോബ്ലം ഉള്ള അതിന് എന്ത് പരിഹാരം ചെയ്യുന്നത്? നിങ്ങൾ എന്ത് പ്രതിഷേധം നടത്തുന്നത്? നിങ്ങൾ ഏത് കോർ പ്രോബ്ലം? ഇവിടെ എന്താ സർക്കാർ പറഞ്ഞത്? നീ ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരുമ്പോ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ